എന്തല്ല. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മറൈൻ ഡ്രൈവിലാണ്. മറൈൻ ഡ്രൈവിൽ എനിക്ക് പ്രോഗ്രാം ഉണ്ട്. ഇങ്ങനെ മിനി ക്രൂസ്, മിനി ഷിപ്പ് സീസൺ ഔട്ട് സമയത്തും ഇങ്ങനെ പ്രോഗ്രാം തന്ന് സഹായിച്ച കോമഡി ഉത്സവത്തിൻ്റെ പുത്രൻ റിനീഷ് മുതുകാട്, റിനീഷേട്ടനാണ് എന്നെ വിളിച്ചേക്കണം. ഞാൻ 6ാമത്തെ പ്രാവശ്യമാണ് അവിടെ പ്രോഗ്രാമിന് പോണത് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടിട്ടാണോ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും വളരെ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഓക്കെ, കമോൺ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ മെല്ലെ അങ്ങോട്ടേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. ആടിയും പാടിയൊക്കെയാണ് പോണത്. ആ പ്രോഗ്രാമിൻ്റെ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയാണ്. എന്നാലും നമ്മളിങ്ങനെ മെല്ലെ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു. കടക്കണ കടപ്പ് കണ്ട മോനെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് പ്രോഗ്രാം. അപ്പോൾ പോവാം, കമോൺ. നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാമും ഈ പറഞ്ഞ പോലെ തന്നെ ഗാനമേളയൊക്കെ ഈ ഒരു സംഭവത്തിൽ സ്പീക്കറൊക്കെ ഉണ്ടോ, സ്പീക്കർ, ലൈറ്റപ്പ്, ഫുൾ AC ആണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. പ്രോഗ്രാമിന് കോർഡിനേറ്റർ, പിന്നെ ഈ ഹൗസ് ബോട്ടിലേക്ക് ക്ഷണിച്ചത് 6ാമത്തെ പ്രാവശ്യമാണ്. നമ്മുടെ ചേട്ടനാണ്. സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. തല്ലിപ്പൊളി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, സപ്പോർട്ട് ചെയ്ത് തരാം. കാർത്തിക് മാടപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അനുഗ്രഹീത കലാകാരനും സൽസ്വഭാവിയും എന്താ പറയാ നല്ല കഴിവുള്ളൊരു വ്യക്തിയുമാണ്, കലാകാരനുമാണ്. ഭാവിയിൽ മികച്ച ആളായിട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ്. പിന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനൊക്കെ സമയമായി തുടങ്ങി. അപ്പോൾ സൗണ്ട് ചെക്ക് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ ചാർട്ട് ഞാൻ റിനീഷാണ് കൂടി പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്നു. ക്രൂസിൻ്റെ മേലെയാണുള്ള പ്രോഗ്രാം. ഒരു 12:15 ആകുമ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആൾക്കാർ വന്ന് തുടങ്ങണുള്ളൂ. കസ്റ്റമറിങ്ങനെ ഇതിൻ്റേതൊരു പുതിയ ടീമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇന്ന് പ്രോഗ്രാം ചെയ്യുന്നത്. ഇതെല്ലാം കാണിച്ചാൽ ആൾക്കാർ വന്ന് കയറി തുടങ്ങണുള്ളൂ. അപ്പോൾ ഇവിടെ ആർട്ടിസ്റ്റുകൾക്ക് ഇരിക്കാനുള്ള റൂം, പിന്നെ അല്ലാണ്ട് പിന്നെ കസ്റ്റമേഴ്സിനൊക്കെ ഇരിക്കാൻ ഒരു സ്പെഷ്യൽ റൂമാണ് ഇവിടെ. മെൻ്റലിസം ചെയ്യുന്ന ഇവൻ ബ്രോ മജീഷ്യനാണ്. അപ്പോൾ ഇന്ന് മാജിക്കൊക്കെ ഉണ്ട്. ഇന്ന് 2 ട്രിപ്പ് ഉണ്ടല്ലോ ശരിക്കും. അപ്പോൾ നമുക്ക് പ്രോഗ്രാം തുടങ്ങുമ്പോൾ അതേപോലെ വീഡിയോ കാണിക്കാം. ഓക്കെ, അങ്ങനെ പരിപാടി പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴെ പോവാം. So like I'm familiar with Tamil, English, Malayalam, Hindi. Like each language should I provide communication for. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഫസ്റ്റ് പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് തമിഴ് ആൾക്കാരാണ് വന്നേക്കണത്. മലയാളികൾ ആകെ 2-3 ആൾക്കാരുള്ളൂ. അപ്പം ഇന്ന് ചെറിയൊരു പെർഫോമൻസ് ചെയ്യും. വൈകുന്നേരമാണ് ഫുൾ പരിപാടി. എന്തായാലും അങ്ങനെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നു. എനിക്കാണെങ്കിൽ തമിഴ് ഒന്നും അങ്ങനെ അറിഞ്ഞുകൂടാ. പക്ഷേ ബാക്കിയൊക്കെ റിനീഷ് ചേട്ടൻ അങ്ങനെല്ലാം സെറ്റപ്പായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത്രമാത്രം. മിമിക്രി ആർട്ടിസ്റ്റ് ഇത് நம்ம கார்த்திக் അദ്ദേഹം நிறைய ஃப்ளவர்ஸ் டிவி ஆனா மழவில் மனோரமா ஆனா கேரளாவில் மலையாளம் சேனல் ஓகே அதிலெல்லாம் பெர்ஃபார்ம் பண்ண இருந்தவர். அப்போ ஸ்டார்ட் ചെയ്യാം നമുക്ക്. ഓക്കെ ഓക്കെ ഓക്കെ
ഒരു നല്ലൊരു കൈ ഇടുന്നില്ല ക്ലാപ്പ് എല്ലാവരും. താങ്ക് യു. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന വോയിസ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക സന്തോഷമായിരുന്ന ഒരു നിമിഷങ്ങളാണ് ഇതൊക്കെ. പിന്നെ ആളുകളൊക്കെ വളരെ കുറവായിരുന്നു ഫസ്റ്റത്തെ ഈ ഒരു ട്രിപ്പിന്. പക്ഷെ നൈറ്റ് നല്ല അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. പ്രോഗ്രാമൊക്കെ വേറെ ലെവലായിരുന്നു കേട്ടോ. 13 കുടുംബം മാത്രം എന്ത് ചെയ്യുന്നുണ്ട് ഇന്നും അതിന്റെ സൈഡിലായിട്ട് കോമ്പൻസേഷൻ വാങ്ങുന്നുണ്ട്. സോ സ്റ്റിൽ 12 to 13 സ്നാക്സ് ഒക്കെ തിന്ന് എൻജോയ് ചെയ്ത് ഞങ്ങൾ ഇരിക്കുകയാണ്. പിന്നെ അടിപൊളിയാണ് കേട്ടോ. 13 families receive compensation. അങ്ങനെ രാവിലത്തെ ആ പ്രോഗ്രാം വൈൻഡപ്പ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സൺസെറ്റാണ്. സൺസെറ്റ് ഒരു 5 മണിക്ക് മുതൽ, ഇവിടെ 5 മണി മുതൽ ഇന്ന് 9 മണി വരെ, നൈറ്റ് 9 മണി വരെയാണ് പ്രോഗ്രാം. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ രാവിലത്തെ ഒരു വേറെ വൈബായിരുന്നു. കുറച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ടീംസായിരുന്നു വന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് 2-3 നമ്പറുകൾ ഉണ്ടായുള്ളൂ, മറ്റേ കുറച്ച് മിമിക്രിയൊക്കെ. അപ്പം അടുത്തതിൽ സെറ്റപ്പ് ആക്കണം. അപ്പോൾ കുറച്ച് സമയം ഇടവേള. അപ്പോൾ സൺസെറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനിയാണ് നമ്മളൊരു 4 മണിക്കൂർ നീളുന്ന ഒരു ഉല്ലാസയാത്ര ഈ ബോട്ടിൻ്റെ ഉള്ളിൽ. ഇനിയാണ് നമ്മൾ അടിച്ചു പൊളിക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ കഴിഞ്ഞത് ചെറിയൊരു സംഭവം. അപ്പോൾ ഇനി വരുന്നത് ഒരു നല്ല ഗംഭീരൊരു വിഭവം തന്നെയാണ്. ഓക്കെ, അത്യാവശ്യം ഓഡിയൻസൊക്കെ ഉണ്ട്. സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ്. സ്മോക്കിംഗ്, പുകവലി കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നു. ഈ ഒരു 4 മണിക്കൂർ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ ഡാൻസും പാട്ടും മിമിക്രിയും മെൻ്റലിസവും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചുകൊണ്ടൊക്കെ പോവുകയാണ്. ഇവിടെ നടക്കില്ല മോനെ, ബാബന്റെ കാവ്യ ആരെങ്കിലും ആവട്ടെ. നിന്റെ വയറൊഴിയാൻ നിൽക്കുകയാണ് ഞാൻ പോകണേ. അപ്പം ഞാനും റിനീഷേട്ടനും കുറച്ച് ആൾക്കാരെ രസിപ്പിക്കാനും ഈ പറഞ്ഞ പോലെ കുറച്ച് കോമഡിയൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റപ്പാക്കി നിന്ന് അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ഘട്ടം DJ-യിലേക്ക് പോകാൻ പോവാണ്. ഇപ്പോൾ DJ റൂമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഉണ്ടോ, ഫുൾ ഹെവി സെറ്റപ്പ് ആണ്, അടിപൊളിയാണ്. അപ്പോൾ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് DJ പരിപാടി ആഘോഷിക്ക് മക്കളെ. എൻ്റെ കസിൻ ബ്രദറാണ്, ഇവനാണ് എനിക്ക് ഇപ്പോൾ വീഡിയോസൊക്കെ എടുത്തു തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ DJ പങ്കെടുക്കട്ടെ, അടിച്ചു പൊളിക്ക് മക്കളെ എന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ. പിന്നെ അവൻ്റെ രീതി തന്നെ. അപ്പോൾ ഇന്നത്തെ ക്രൂസിലെ പ്രോഗ്രാം വൈൻഡപ്പായി, അടിപൊളിയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. ഈ ഓഫ് സീസണിലും എന്നെ ഇതിൻ്റെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്യാൻ അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ റിനീഷേട്ടനോട് നന്ദി രേഖപ്പെടുത്താണ്. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് കിട്ടിയിട്ട് നേരെ നാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തെ കൊച്ചിൻ മിനാറിൻ്റെ പ്രോഗ്രാം വൈൻഡപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് നേരെ നാട്ടിലേക്ക്.